തൃശൂർ നഗരത്തിലെ അപകടക്കുഴികളെ സംബന്ധിച്ച് പ്രതിഷേധം ശക്തം. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ അസാധാരണ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവടക്കം 10 കൗൺസിലർമാർക്ക് സസ്പെൻഷൻ. നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ പ്രതികളുടെ വീടിന് സമീപത്തു നിന്ന് കണ്ടെത്തി. സാമ്പിളുകൾ DNA പരിശോധനയ്ക്ക് അയക്കും. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കളക്ടറെ ഓടിത്തോൽപ്പിച്ചാൽ സ്കൂൾ അവധി പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ച കളക്ടറോടൊപ്പം മാരത്തോണിൽ പങ്കെടുത്ത സൽമാന്റെ വീഡിയോയ്ക്ക് ലഭിച്ചത് വൻ ജനപിന്തുണ. TCV സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വീഡിയോ കണ്ടത് ലക്ഷക്കണക്കിന് ആളുകൾ. ഇറിഗേഷൻ വകുപ്പിനെതിരെ ശക്തമായ സമര പരിപാടികൾക്കൊരുങ്ങി പുല്ലഴി കോൾ കർഷക സംഘം. പുല്ലഴി ചെറിയ പാലത്തിൽ കടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴകളും നീക്കം ചെയ്യാത്തതിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. സബ് കളക്ടർ വിളിച്ചേർത്ത യോഗത്തിൽ ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്നും ആക്ഷേപം. ചെറുതുരുത്തിയിൽ വീടിന്റെ ചുമരിടിഞ്ഞു വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പുതുശ്ശേരി പുതുപ്പാടം സ്വദേശി ആമിനയാണ് മരിച്ചത്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന് ചാവക്കാട് തുടക്കമായി. പതാക കൊടിമര ജാഥകൾ ചാവക്കാട് മുല്ലത്തറയിൽ സംഗമിച്ചു. പ്രതിനിധി സമ്മേളനം ചൊവ്വാഴ്ച. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ നഗരത്തിലെ അപകടക്കുഴികളെ സംബന്ധിച്ച് പ്രതിഷേധം ശക്തം. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ അസാധാരണ പ്രതിഷേധവുമായി കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവടക്കം 10 കൗൺസിലർമാർക്ക് സസ്പെൻഷൻ. കോർപ്പറേഷൻ പരിധിയിലെ റോഡുകൾ ചോര വീഴുന്ന മരണക്കെണികളാകുന്നുവെന്നാരോപിച്ച് ശരീരത്ത് ചുവന്ന ചായമൊഴിച്ചായിരുന്നു കോൺഗ്രസ് പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. ഓഫീസിന് മുന്നിൽ നിന്നും പ്രതിഷേധം പിന്നീട് കൗൺസിൽ യോഗത്തിലേക്ക് ചുവട് മാറ്റി. മേയർ MK വർഗീസ് എത്തിയതോടെ പ്രതിഷേധ സ്വരം ഉയർന്നു. വിഷയത്തിൽ പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ടെങ്കിലും അജണ്ടകൾ ചർച്ച ചെയ്ത ശേഷമാകാമെന്ന് മേയർ നിലപാടെടുത്തു. ഇതിലെ പ്രതിപക്ഷ പ്രതിഷേധം തള്ളി യോഗം അജണ്ടയിലേക്ക് കടന്നു. പ്രതിപക്ഷ നേതാവ് രാജൻ ജപ്പല്ലൻ മേയറായിരുന്ന കാലത്ത് ശക്തൻ നഗറിൽ സ്വകാര്യ സ്ഥാപനവുമായി സഹകരിച്ച് സ്ഥാപിച്ച റൗണ്ട് അബൌട്ടിന്റെ വൈദ്യുതി ചാർജ് കുടിശ്ശിക സംബന്ധിച്ചായിരുന്നു ആദ്യ അജണ്ട. ഇതിൽ അഴിമതി ആരോപിച്ച് ഭരണപക്ഷാംഗം രംഗത്തെത്തി. മറുപടിയായി പ്രതിപക്ഷ നേതാവ് എത്തിയെങ്കിലും ചർച്ച MG റോഡിലെ യുവാവിന്റെ മരണത്തിലേക്ക് കടന്നു. ഇതോടെ ഭരണപക്ഷം പ്രതിഷേധമുയർത്തി. അജണ്ടയിൽ നിന്ന് സംസാരിക്കാൻ മേയർ ആവർത്തിച്ചെങ്കിലും പ്രതിപക്ഷം കൂട്ടാക്കിയില്ല. മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും മേയറുടെ കസേരയിൽ റീത്ത് വെക്കുമെന്നുമുള്ള പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ഭരണപക്ഷത്തെ പ്രകോപിപ്പിച്ചു. തുടർന്ന് ഇരുകൂട്ടരും നടുത്തളത്തിലിറങ്ങി വാക്കേറ്റമായി. ഇതിനിടയിൽ കോൺഗ്രസ് സംഘവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജയപ്രകാശ് പൂവത്തിങ്കൽ മേശയിൽ കയറി നിന്ന് പ്രതിഷേധിച്ചു. അച്ചടക്കലംഘനം ചൂണ്ടിക്കാട്ടി മേയർ അംഗത്തെ സസ്പെൻഡ് ചെയ്തു. പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ റീത്തുമായി മേശയിൽ കയറി നിന്നായി പ്രതിഷേധം. ഈ 10 കോൺഗ്രസ് കൗൺസിലർമാരെയും മേയർ സസ്പെൻഡ് ചെയ്തു. ഈ സമയം BJP കൗൺസിലർമാർ പ്ലക്കാർഡുകളുമായി കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അപകടമരണം പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നാണ് LDF കൗൺസിലർമാരുടെ ആരോപണം. തുടർന്ന് കക്ഷി നേതാക്കളുമായി കൂടിയാലോചിച്ച് വിഷയം പിന്നീട് പ്രത്യേക ചർച്ച ചെയ്യാമെന്ന് മേയർ അറിയിച്ചതോടെയാണ് മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധം അവസാനിച്ചത്. TCV തൃശൂർ. റീൽസിലൂടെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് പ്രതിഷേധ റീൽ അയച്ച് വേറിട്ട പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ജോൺ ഡാനിയലാണ് ഈ വ്യത്യസ്ത സമരരീതിക്ക് പിന്നിൽ. നഗരപരിധിയിലെ കോലോത്തുംപാടത്തെ കുഴിയിൽ വീണ് ദമ്പതികൾക്ക് പരിക്കേറ്റ സംഭവത്തെ തുടർന്നാണ് പ്രതിഷേധവുമായി ജോൺ ഡാനിയൽ രംഗത്തെത്തിയത്. നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടും ഗുരുതരമായി പരിക്കേറ്റിട്ടും റോഡിലെ കുഴികൾ സമയബന്ധിതമായി അടയ്ക്കാൻ തയ്യാറാവാത്ത പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനാണ് പ്രതിഷേധ റീൽ അയച്ചത്. തോമസ് എന്ന് പറയുന്ന പീന എന്ന് പറയുന്ന 2 പേർ വീണ കുഴിയാണ് ഈ കാണുന്നത്. ഈ കുഴിയിൽ വീണാണ് അവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഈ കുഴിയിൽ വീഴുന്ന ആളുകൾക്ക് ഇത് ദേശീയപാതയുടെ കുഴിയാണോ സംസ്ഥാന പാതയുടെ കുഴിയാണോ തൃശൂർ കോർപ്പറേഷന്റെ കുഴിയാണോ എന്ന് പറഞ്ഞിട്ടല്ല അറിഞ്ഞിട്ടല്ല ഈ ആളുകൾ കുഴിയിൽ വീഴുന്നത്.
ഈ മരണത്തിന് ശേഷവും ഈ കുഴി അടയ്ക്കാതിരുന്നതുകൊണ്ടാണ് അതിഗുരുതരമായി ഈ കുഴിയിൽ വീണ് പരിക്കേറ്റിട്ടുള്ളത്. കേരളത്തിലെ റോഡുകളുടെ ലോകോത്തര നിലവാരത്തെക്കുറിച്ച് റീൽസ് എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ കുഴികൾ കൂടി റെക്കോർഡ് ചെയ്ത് ഈ കുഴികളുടെ വീഡിയോ കൂടി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും റീലും ലൈവുമായി ജനങ്ങളെ കാണിക്കണം. ഇതൊരു ആഹ്ലാദത്തിന്റെ ഭാഗമായിട്ടോ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന റീലല്ല. ഇത് പ്രതിഷേധ സൂചകമായിട്ടാണ് ഈ റീൽ എടുക്കുന്നത്. ഈ കുഴിയുടെ സമീപത്തു നിന്ന് ഈ റീൽ എടുക്കുന്നത് ഇത് പ്രതിഷേധ റീലാണ്. ഈ പ്രതിഷേധ റീൽ ബഹുമാനപ്പെട്ട സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് അയച്ചു കൊടുക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. യാത്രക്കാരായ ദമ്പതിമാർ വീണ് പരിക്കേറ്റ തൃശൂർ കോലോത്തുംപാടം റോഡിലെ കുഴിക്കരികിൽ നിന്നാണ് പ്രതിഷേധ റീൽ ചിത്രീകരിച്ചത്. കേരളത്തിലെ റോഡുകളെക്കുറിച്ച് സന്തോഷ റീലിടുന്ന മന്ത്രിക്ക് റോഡുകളുടെ ദയനീയാവസ്ഥ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് റോഡിലെ കുഴി ചിത്രീകരിച്ച് പ്രതിഷേധ റീൽ അയക്കുന്നതെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. 2 ദിവസം മുൻപാണ് നഗരത്തിലെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനായി ഇരുചക്ര വാഹനം വെട്ടിച്ച് വിഷ്ണുദത്ത് എന്ന യുവാവ് കൊല്ലപ്പെട്ടത്. ഇത് കണ്ടെങ്കിലും അധികാരികൾ റോഡിലെ കുഴികൾ കൃത്യമായി അടച്ചിരുന്നുവെങ്കിൽ ഇന്നലെ 2 പേർക്ക് കോലോത്തുംപാടത്തെ കുഴിയിൽ വീണ് ഗുരുതരമായി പരിക്കേൽക്കില്ലായിരുന്നു. ദേശീയ കുഴിയാണോ സംസ്ഥാന കുഴിയാണോ കോർപ്പറേഷൻ കുഴിയാണോ എന്നറിഞ്ഞിട്ടല്ല ആളുകൾ വീഴുന്നത്. താൽക്കാലികമായി അടയ്ക്കുന്ന കുഴികളിലെ മെറ്റൽ ഇളകിയും ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നുണ്ടെന്നും ജോൺ ഡാനിയൽ ചൂണ്ടിക്കാട്ടി. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ നഗരത്തിലെ റോഡുകളിലെ അപകടക്കുഴികളിൽ അധികൃതരുടെ കണ്ണിൽ പൊടിയിടൽ നടപടി. കഴിഞ്ഞ ദിവസം രാത്രി ബൈക്ക് യാത്രികരായ ദമ്പതികളുടെ അപകടത്തിനിടയാക്കിയ കോവിലകത്തുപാടത്തെ റോഡിലെ കുഴിയും സ്വരാജ് റൗണ്ടിലെ ഏതാനും ചെറുകുഴികളുമാണ് അധികൃതർ താൽക്കാലികമായി ടാറിട്ടടച്ചത്. കോർപ്പറേഷൻ പരിധിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായി തുടരുമ്പോഴാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന നടപടിയുമായി അധികൃതർ രംഗത്തെത്തിയത്. അതേസമയം ഇപ്പോൾ അടച്ച കുഴികൾക്ക് സമീപത്തെ കുഴികളും പ്രധാന റോഡുകളിലെ വലിയ കുഴികളും അതേപടി നിലനിൽക്കുകയാണ്. നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രസവിച്ചയുടനെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ കൊന്നുകുഴിച്ചുമൂടിയ സംഭവത്തിൽ കുട്ടികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ അമ്മ അനീഷയുടെ നൂലുവള്ളിയിലെ വീട്ടുപറമ്പിൽ നിന്നും ഭവിന്റെ ആമ്പല്ലൂരിലെ വീടിന് സമീപത്തെ തോട്ടിൽ നിന്നുമാണ് കുഴിച്ചിട്ട ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. പോലീസും ഫോറൻസിക് സംഘവും ചേർന്നായിരുന്നു പരിശോധന. ഇരിങ്ങാലക്കുട RDO P. ഷിബു പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മുളങ്ങന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വകുപ്പ് മേധാവി ഡോക്ടർ AK ഉന്മേഷ്, ചാലക്കുടി DYSP ബിജുകുമാർ, പുതുക്കാട് SHO മഹേന്ദ്രസിംഹൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. മുഖ്യപ്രതിയായ അനീഷയുടെ വീട്ടിലാണ് ആദ്യ പരിശോധന നടത്തിയത്. ഇവിടെ പറമ്പിൽ കുഴിച്ചിട്ട കുട്ടിയുടെ അസ്ഥികൾ കണ്ടെത്തി. 2ാം പ്രതിയായി ഭവിന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടിൽ നിന്ന് 2ാമത്തെ കുട്ടിയുടെ അസ്ഥികളും കണ്ടെത്തി. നടപടിക്രമങ്ങളുടെ ഭാഗമായി ശരീരഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുമെന്നും കണ്ടെടുത്ത അസ്ഥികൾ മരിച്ച കുട്ടികളുടേത് തന്നെയെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു. ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും DNA പരിശോധന ഉൾപ്പെടെ നടത്തുമെന്നും DYSP ബിജുകുമാർ പറഞ്ഞു. ആദ്യത്തെ എക്സിബിഷൻ കഴിഞ്ഞതെന്ന് പറയുന്നത് രണ്ടാമത്തെ ഇപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തുള്ള പഠനങ്ങൾ നടന്നുള്ളത്. ഇവിടുന്ന് നമുക്ക് സക്സസ് ആണ്. നമ്മൾ പറഞ്ഞ പോയിന്റ് ആവശ്യമുള്ള പരിശോധനയ്ക്കുള്ള ഇതിൻ്റെ ബാക്കി ഇത് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ പരിശോധനകൾ നടത്തണം. DNA മറ്റു നടപടി ചെയ്യും. സംഭവത്തിൽ പ്രതികളല്ലാതെ കൂടുതൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസിന് അറിവില്ല. അനീഷ 2 തവണ ഗർഭിണിയായതും പ്രസവിച്ചതും നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയതും ആരും അറിഞ്ഞില്ലെന്ന പ്രതികളുടെ മൊഴി പോലീസ് ഇപ്പോഴും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇത് സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നും പോലീസ് പറയുന്നു. 2024 2ാമത്തെ പ്രസവം നടന്നത്. യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചായിരുന്നു പ്രസവം. തുടർന്ന് കുട്ടിയുടെ ഫോട്ടോ അനീഷ മൊബൈൽ ഫോണിൽ പകർത്തി സൂക്ഷിച്ചിരുന്നു. 2ഇടത്തും പ്രതികളെ സ്ഥലത്തെത്തിച്ചാണ് പരിശോധന നടത്തിയത്. വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ പ്രതികളെ ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. TCV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് 3 വർഷത്തിനിടെ 2 നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ യുവാവിന്റെയും യുവതിയുടെയും മൊഴിയിലെ വിവരങ്ങൾ പുറത്ത്. കുഞ്ഞിനെ കുഴിച്ചിടുന്നത് അയൽവാസി കണ്ടതിനാൽ സ്ഥലം മാറ്റി കുഴിച്ചിട്ടെന്നാണ് മൊഴി. കുഞ്ഞിന്റെ മൃതദേഹം വീടിന്റെ പിൻഭാഗത്ത് മറവ് ചെയ്യാൻ കുഴിയെടുത്തിരുന്നു. എന്നാൽ അയൽവാസി ഇത് കണ്ടതോടെ സ്ഥലം ഉപേക്ഷിച്ചെന്നും പിന്നീട് വീടിന്റെ ഇടതുഭാഗത്തെ മാവിൻ ചൂട്ടിൽ കുഴിച്ചിട്ടെന്നുമാണ് മൊഴി. 2021 ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നത്. പ്രസവത്തിന് മുൻപ് തന്നെ പൊക്കിൽ കൂടി കഴുത്തിൽ കുടുങ്ങി കുഞ്ഞ് മരിച്ചെന്നായിരുന്നു യുവതി മൊഴി നൽകിയത്. പിന്നീട് കുഞ്ഞിന് ശ്വാസം മുട്ടിച്ചു കൊന്നതെന്ന് അനീഷ മൊഴി മാറ്റി.
യൂട്യൂബ് നോക്കി ശുചിമുറിയിലാണ് പ്രസവിച്ചതെന്നും ഗർഭം മറച്ചുവെക്കാൻ വയറ്റിൽ തുണി കെട്ടിയതെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. 2 പ്രസവകാലവും മറച്ചുപിടിക്കാൻ യുവതി ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ആദ്യ കുഞ്ഞിന്റെ അവശിഷ്ടത്തിൽ നിന്നും മരണകാരണം കണ്ടെത്തുക വെല്ലുവിളിയെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കുഞ്ഞു മരിച്ച് 4 വർഷം കഴിഞ്ഞതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയെന്നത് വെല്ലുവിളിയാണ്. നവജാത ശിശുക്കളുടെ കൊലപാതകം നടുക്കം മാറാതെ നൂലുവള്ളി ഗ്രാമം. അവിവാഹിതയായ 23-കാരി ആരുമറിയാതെ വീടിനുള്ളിൽ 2 തവണ പ്രസവിച്ചുവെന്നും നൊന്തുപെറ്റ കുരുന്നിനെ ശ്വാസം മുട്ടിച്ച് കൊന്നുവെന്നുള്ള വാർത്തകൾ പുറത്തുവരുമ്പോൾ അമ്പരന്നു നിൽക്കുകയാണ് നാട്ടുകാർ. തങ്ങൾ നിത്യവും കാണുന്ന ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്തുവെന്ന് വിശ്വസിക്കുവാൻ ഇനിയും നൂലുവള്ളി ഗ്രാമവാസികൾക്കായിട്ടില്ല. മറ്റത്തൂർ പഞ്ചായത്തിലെ നൂലുവള്ളി മന്ദാരംകടവ് റോഡരികിലുള്ള സാധാരണ കുടുംബത്തിലെ അംഗമാണ് നവജാത ശിശുക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അനീഷ. പിതാവ് മരണപ്പെട്ട ശേഷം അമ്മയ്ക്കും സഹോദരനുമൊപ്പം താമസിച്ചിരുന്ന അനീഷ ലാബ് ടെക്നീഷ്യൻ ജോലിക്ക് പോകുന്നതും വരുന്നതും അയൽവാസികളും നാട്ടുകാരും കാണാറുണ്ടെങ്കിലും ആരുമായും ഇവരുടെ കുടുംബത്തിന് വലിയ അടുപ്പമില്ലാതിരുന്നതിനാൽ ഇവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ പോലീസ് ഇവരുടെ വീട്ടിലെത്തുകയും തുടർന്ന് മാധ്യമങ്ങളിൽ നവജാത ശിശുക്കളുടെ കൊലപാതകം സംബന്ധിച്ച് വാർത്തകൾ വരികയും ചെയ്തപ്പോഴാണ് അയൽവാസികൾ പോലും കാര്യങ്ങൾ അറിഞ്ഞത്. TCV ന്യൂസ്, കൊടകര. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. കളക്ടറെ ഓടിത്തോൽപ്പിച്ചാൽ സ്കൂൾ അവധി പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ച് കളക്ടറോടൊപ്പം മാരത്തോണിൽ പങ്കെടുത്ത സൽമാന്റെ വീഡിയോയ്ക്ക് ലഭിച്ചത് വൻ ജനപിന്തുണ. TCV സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകഴിഞ്ഞു. സാറിനെ ഓടി തോപ്പിച്ചു കഴിഞ്ഞാൽ അവധി വരുമെന്ന് നമ്മൾ ചാലഞ്ച് ഏറ്റെടുത്തേക്കാണ്. എല്ലാ കുട്ടികൾക്കും വേണ്ടി എന്തായാലും അടുത്ത ലീവ്, മഴ കാരണം അടുത്ത് പ്രഖ്യാപിക്കുന്ന ലീവ് സൽമാന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. ലഹരിക്കെതിരെ TCV നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി എഡ്യൂറൻസ് അറ്റ്ലസ് ഓഫ് തൃശൂരിന്റെ നേതൃത്വത്തിൽ പാലപ്പിളിയിൽ നടന്ന 12 കിലോമീറ്റർ മാരത്തോണിനിടെയാണ് സംഭവം. മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്ത് പങ്കെടുക്കാനെത്തിയ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിനോട് തൃശൂർ ലൂർദ് സെന്റ് മേരീസ് LP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സൽമാൻ ഫാരിസാണ് കളക്ടറെ ഓടിത്തോൽപ്പിച്ചാൽ തൃശൂർ ജില്ലയിലെ എല്ലാ കുട്ടികൾക്കും അവധി പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ചത്. ഞാൻ TCV വഴിയായിട്ടാണ് അറിഞ്ഞത്. TCV എന്നുള്ള ന്യൂസ് ഷെയർ ചെയ്ത് ഞങ്ങൾ വാട്സപ്പിലൊക്കെ വന്നു. അപ്പോഴാണ് കുട്ടി ഏത് സ്കൂളിലാന്ന് അറിഞ്ഞില്ല. അപ്പോൾ ഇത് നോക്കിയപ്പോൾ മകളാണ് എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ സൽമാനാണല്ലോ. പിന്നെയാണ് നോക്കിയപ്പോൾ 12 കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞപ്പം അതൊരു വലിയ സംഭവം തന്നെയാണ്. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു 12 കിലോമീറ്ററാണ് അവ ഓടിക്കണേ. അതിനവനെ നമുക്ക് എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ ക്ഷീണമില്ലാണ്ട് തന്നെ ഓടി തീർത്തതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. കായിക അധ്യാപകനായ ജോബി മൈക്കിൾ പരിശീലനം നൽകുന്ന സൽമാൻ കായിക രംഗത്ത് ഭാവി വാഗ്ദാനമാണെന്ന് കളക്ടർ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. സൽമാനിന് വളരെ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. ഞാൻ അവൻ്റെ ഉമ്മയുടെ അടുത്ത് ഉപ്പയുടെ അടുത്തൊക്കെ പറയാറുണ്ട്, സൽമാൻ വളരെ വ്യത്യസ്തനായിട്ടുള്ളൊരു കുട്ടിയാണ്, വളരെ കഴിവുണ്ട്, പെട്ടെന്ന് തലയിൽ കയറും, പെട്ടെന്ന് പ്രതികരിക്കും, ഇന്റലക്ച്വൽ ആണ്, ഭയങ്കര ഫിസിക്കലി ഭയങ്കര കഴിവുള്ള കുട്ടിയാണ്. TCV പ്രോഗ്രാം ഡയറക്ടർ സൂരജ് കൃഷ്ണയാണ് വീഡിയോ പകർത്തിയത്. നിമിഷ നേരം കൊണ്ട് വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ഷെയർ ചെയ്തത്. ന്യൂസ് ഡെസ്ക് TCV.
ഇറിഗേഷൻ വകുപ്പിനെതിരെ ശക്തമായ സമര പരിപാടികൾക്കൊരുങ്ങി പുല്ലഴി കോൾ കർഷക സംഘം. തൃശൂർ പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴകളും നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. സബ് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പ് പാലിച്ചില്ല. പുല്ലഴി KLDC കനാലിലെ ചെറിയ പാലത്തിന്റെ തൂണുകളിൽ ചണ്ടിയും കുളവാഴകളും അടിഞ്ഞുകൂടി നീരൊഴുക്ക് തടസ്സപ്പെട്ടിട്ട് മാസങ്ങളായെങ്കിലും ഇറിഗേഷൻ വകുപ്പ് അധികൃതർ കണ്ട ഭാവം പോലും നടിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതിനാൽ കനാൽ ബണ്ടുകൾ തകർന്ന് കോൾപ്പാടത്തേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത്. ഇതിൽ പ്രതിഷേധിച്ച് പുല്ലഴി കോൾ കർഷകരുടെ നേതൃത്വത്തിൽ 20-ാം തീയതി ചെമ്പൂക്കാവിലെ മേജർ ഇറിഗേഷൻ ഓഫീസ് ഉപരോധിച്ചു. പ്രശ്നത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ടതോടെ തൊട്ടടുത്ത ദിവസം തന്നെ സബ് കളക്ടർ അഖിൽ വി മേനോൻ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തു. ഈ യോഗത്തിലാണ് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 5 ദിവസത്തിനുള്ളിൽ ചണ്ടിയും കുളവാഴകളും ഡ്രഡ്ജർ ഉപയോഗിച്ച് നീക്കം ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയത്. എന്നാൽ യോഗം കഴിഞ്ഞ് 10 ദിവസമായിട്ടും കനാലിലെ കുളവാഴകൾ നീക്കുന്നതിനുള്ള യാതൊരു നടപടിയും ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. 2 ദിവസം കൂടി കാത്തിരിക്കുമെന്നും നടപടിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും പുല്ലഴി കോൾ കർഷക സംഘം സെക്രട്ടറി കോളങ്ങാട് ഗോപിനാഥൻ പറഞ്ഞു. 5 ദിവസത്തിനുള്ളിൽ മാറ്റിത്തരാമെന്നാണ് അങ്ങനെ ഉറപ്പ് പറഞ്ഞത് നമ്മളോട്. പക്ഷേ ഇത് 5 ദിവസം കഴിഞ്ഞു, 10ാമത്തെ ദിവസമായി, എന്നിട്ടും ഇതിന് അനക്കല്ല. സർക്കാർ MLA ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവര് ഉദ്യോഗസ്ഥന്മാരെ നീട്ടിക്കൊണ്ടുപോകട്ടെ. ഇനിയിപ്പോൾ മഴ 2 ദിവസം കുറവുള്ളത് കാരണം ഇവിടുത്തെ ശല്യങ്ങൾ ഒഴിവായി കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇനി നല്ല ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ ഈ പരിസരത്തുള്ളവർക്കൊന്നും ഇവിടെ താമസിക്കാൻ സാധിക്കില്ല. കോർപ്പറേഷൻ പരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ടിന് കാരണമാകുന്ന പുല്ലഴിയിലെ ചണ്ടിയും കുളവാഴകളും സമയബന്ധിതമായി ഇറിഗേഷൻ വകുപ്പ് നീക്കാറില്ല. ജനങ്ങൾ ദുരിതമനുഭവിച്ചാലും തങ്ങൾക്കൊന്നുമില്ല. സർക്കാർ കാര്യം മുറ പോലെയെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. TCV തൃശൂർ. ചെറുതുരുത്തി പുതുശ്ശേരി പുതുപ്പാടത്ത് വീടിന്റെ ചുമറിടിഞ്ഞു വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ പുതുശ്ശേരി പുതുപ്പാടം ഓങ്ങനാട്ടുതൊടി വീട്ടിൽ മുഹമ്മദിന്റെ ഭാര്യ 52 വയസ്സുള്ള ആമിനയാണ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ വളപ്പിൽ ആടിന് പുല്ല് പറിക്കാൻ എത്തിയതായിരുന്നു ഇവർ. മരത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന വള്ളിച്ചെടി വലിക്കുന്നതിനിടെ ഉപയോഗശൂന്യമായി ഉണ്ടായിരുന്ന വീടിന്റെ പിൻവശത്തെ ചുമർ തകർന്നു വീഴുകയായിരുന്നു. ഭർത്താവ് മുഹമ്മദ് ബഹളം വച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിയെത്തി ആമിനയെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന് ചാവക്കാട് തുടക്കമായി. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക കൊടിമര ജാഥകൾ ചാവക്കാട് മുല്ലത്തറയിൽ സംഗമിച്ചു. കൊടിമരം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് C സുമേഷും പതാക ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തും ഏറ്റുവാങ്ങി. സ്വാഗത സംഘം ചെയർമാൻ TT ശിവദാസ് പതാക ഉയർത്തി. പൊതുയോഗം ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. മമ്മിയൂരിൽ ചൊവ്വാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്നായി 310ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ബുധനാഴ്ച ചാവക്കാട് നടക്കുന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 42 വർഷത്തിന് ശേഷമാണ് ജില്ലയിൽ മത്സ്യത്തൊഴിലാളി സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. സാമ്പത്തികവും സാമൂഹികവും എല്ലാമായി മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല. VSന്റെ ആരോഗ്യനില വിലയിരുത്താനായി മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നു. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയതാണ് മെഡിക്കൽ ബോർഡ്. ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനായി ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നിയോഗിച്ചു. ഈ മാസം 23 രാവിലെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് VSനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏറെ നാളായി വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചൊവ്വാഴ്ച ചുമതലയേക്കും. പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് പോലീസ് മേധാവിയെ തെരഞ്ഞെടുത്തത്. ഷെയ്ഖ് ദർവേ സാഹിബ് വിരമിച്ച ഒഴിവിലേക്കാണ് റവാഡ ചന്ദ്രശേഖർ എത്തുന്നത്. 1991 IPS ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. ദീർഘകാലമായി അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ ചുമതലയുള്ള ക്യാബിനറ്റ് സെക്രട്ടറിയായി നിലവിൽ സേവനമനുഷ്ഠിക്കുകയാണ്. നേരത്തെ തൃശൂർ റേഞ്ച് DIG-ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ സ്വർണ്ണകിരീടം നഷ്ടപ്പെട്ട സംഭവത്തിൽ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലെ അറയിൽ സംയുക്ത പരിശോധന നടത്തുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ പറഞ്ഞു. പോലീസ്, ദേവസ്വം ബോർഡ് അധികൃതർ, ക്ഷേത്രം ഉപദേശക സമിതി, ജീവനക്കാർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയുള്ള പരിശോധന അടുത്ത ദിവസം നടക്കും. സ്വർണ്ണകിരീടം നഷ്ടപ്പെട്ടതിനു ശേഷം ആദ്യമായാണ് ദേവസ്വം ബോർഡിലെ ഉന്നതർ ക്ഷേത്രത്തിലെത്തുന്നത്. ക്ഷേത്ര ഉപദേശക സമിതി, ക്ഷേത്രത്തിലെ ജീവനക്കാർ എന്നിവരോട് സംസാരിച്ചു. ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉദയകുമാർ, ദേവസ്വം സെക്രട്ടറി ബിന്ദു, അസിസ്റ്റന്റ് കമ്മീഷണർ K കല എന്നിവരും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടൊപ്പം ക്ഷേത്രത്തിലെത്തിയിരുന്നു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് KP ശ്രീജയന്റെ നേതൃത്വത്തിൽ
സ്വർണ്ണകിരീടം നഷ്ടപ്പെട്ട സംഭവത്തിൽ ബോർഡിനോട് സംയുക്ത പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ടിരുന്നു. സ്വർണ്ണകിരീടം നഷ്ടപ്പെട്ട സംഭവത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക, മത്സരക്ഷമമാക്കുക, ലാഭകരമാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. അത്താണി സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ്സ് ലിമിറ്റഡിൽ പുതിയ 6 ടൺ ഹൈഡ്രോളിക് ഓപ്പൺ ഫോർജിംഗ് ഹാമറിന്റെ പ്രവർത്തന ഉദ്ഘാടനവും പുതിയ കോർപ്പറേറ്റ് ഓഫീസിന്റെ ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകുന്ന ഏക സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ 24 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആകെ വിറ്റുവരവ് ചരിത്രത്തിലാദ്യമായി 5000 കോടി രൂപ കവിഞ്ഞു. 23 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം കുറയ്ക്കാനും സാധിച്ചുവെന്നും അടുത്ത വർഷത്തോടെ 4 സ്ഥാപനങ്ങൾ ഒഴികെയുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിലാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പൊതുമേഖലാ വ്യവസായങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട്. 24 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പോൾ നമുക്ക് ലാഭത്തിലായി. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മൊത്തത്തിലുള്ള ടേൺ ഓവർ 5000 കോടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. 23 സ്ഥാപനങ്ങൾ നഷ്ടം കുറച്ചു. ഈ സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും 4 എണ്ണമാണ് കുറച്ച് റെഡിൽ കിടക്കുന്നത്. ബാക്കി എല്ലാം ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന ഒരു ശ്രമമാണ് വ്യവസായ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. പുതിയ ഹാമറിന്റെ നിർമ്മാതാവായ ചൈനീസ് കമ്പനി അന്യാങ്ങിന്റെ ഇന്ത്യൻ പാർട്ട്ണർ വാൽമെറ്റ് എഞ്ചിനീയേഴ്സ് MD സുബ്രഹ്മണ്യത്തെ ചടങ്ങിൽ ആദരിച്ചു. 12 കോടി രൂപ മുതൽ മുടക്കിലാണ് പുതിയ 6 ടൺ ഹൈഡ്രോളിക് ഓപ്പൺ ഫോർജിംഗ് ഹാമർ നിർമ്മിച്ചിട്ടുള്ളത്. നിലവിൽ 750 കിലോഗ്രാം വരെയുള്ള ഉൽപ്പന്നങ്ങളാണ് SFIL ഹൈഡ്രോളിക് ഫോർജിംഗ് ഹാമർ ഉപയോഗിച്ച് നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നത്. പുതിയ ഹൈഡ്രോളിക് ഓപ്പൺ ഫോർജിംഗ് ഹാമർ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ 3000 കിലോഗ്രാം വരെ ഭാരമുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം കമ്പനിക്ക് സാധ്യമാകും. 7700 ചതുരശ്രടി വിസ്തൃതിയിൽ 2.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കമ്പനിയുടെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് അടുത്ത വർഷം ഫെബ്രുവരിയോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. SFIL ചെയർമാൻ ഷെരീഫ് മരയ്ക്കാർ, MD കമാൻഡർ P സുരേഷ്, BPT എക്സിക്യൂട്ടീവ് ചെയർമാൻ K അജിത് കുമാർ, SIFL ഡയറക്ടർമാർ, യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കടങ്ങോട് ആദൂരിൽ വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരെ തെരുവുനായ ആക്രമിച്ചു. പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹന ഷെറിൻ, ചുള്ളിയിൽ സുലൈമാൻ, ഭാര്യ ഫൗസിയ, കല്ലിങ്ങലത്ത് റുക്കിയ എന്നിവർക്കാണ് കടിയേറ്റത്. രാവിലെ ആദൂർ ജുമാഅത്ത് പള്ളിക്ക് സമീപവും കാഞ്ഞിരമറ്റം പള്ളിക്കും സമീപം വെച്ചാണ് ആക്രമണമുണ്ടായത്. സ്കൂൾ വാഹനം കാത്തു നിൽക്കുമ്പോഴാണ് ഹന ഷെറിനെ തെരുവുനായ ആക്രമിച്ചത്. അസുഖബാധിയായ റുക്കിയെ വീടിനകത്തേക്ക് കയറിയാണ് നായ കടിച്ചത്. 3 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നായയ്ക്ക് പേവിഷബാധയുടെ ലക്ഷണമുണ്ട്. നായയെ നാട്ടുകാരുടെ സഹായത്തോടെ ഡോഗ് റെസ്ക്യൂ പ്രവർത്തകനായ ബൈജു കടങ്ങോട് പിടികൂടി. അതേസമയം കഴിഞ്ഞ ദിവസം വേലൂരിൽ കുറുനരികൾ 2 പേരെ കടിച്ചിരുന്നു. കുറുവന്നൂർ വാട്ടർ ടാങ്കിന് സമീപം പെരുമ്പള്ളി വീട്ടിൽ രാജൻ, തണ്ടിലം പൊടിയുടെ വീട്ടിൽ വിജയൻ എന്നിവരെയാണ് കുറുനരി കടിച്ചത്. ഇരുവരും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി.
കുന്നംകുളം കുറുക്കൻപാറയിൽ പുതിയ താലൂക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി എത്തിച്ച കോൺക്രീറ്റ് മിക്സിംഗ് ലോറി കത്തിനശിച്ചു. അമ്മു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കോൺക്രീറ്റ് മിക്സിംഗ് ലോറി. കഴിഞ്ഞ ശനിയാഴ്ച നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ് നിർത്തിയിട്ടതായിരുന്നു. രാത്രി ലോറി നിർത്തിയിട്ട ഭാഗത്തുനിന്ന് തീ ഉയരുന്നത് കണ്ടതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി. നാട്ടുകാരും താലൂക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ജോലി നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. ലോറിക്ക് തീ പിടിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പ് സെന്റ് തോമസ് ദിനമായ ജൂലൈ 3 നടത്താനുള്ള നീക്കത്തിൽ വ്യാപക പ്രതിഷേധം. മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ച മുഴുവൻ അധ്യാപകരും ജൂലൈ 3, 4, 5 തീയതികളിൽ ക്യാമ്പ് നടക്കുന്ന വിദ്യാലയങ്ങളിൽ എത്തിച്ചേരണമെന്നാണ് ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറുടെ ഉത്തരവ്. ജൂലൈ 3 മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മദിനമാണ്. അന്നേ ദിവസം ക്രൈസ്തവ മാനേജ്മെന്റുകൾ പ്രാദേശിക അവധി നൽകുകയും പകരം മറ്റൊരു ദിനം പ്രവൃത്തി ദിനമാക്കുകയുമാണ് പതിവ്. ഇപ്രകാരം പ്രാദേശിക അവധി നൽകാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതി ഉള്ളതാണ്. ഈ സാഹചര്യത്തിൽ ജൂലൈ 3 നടത്താനിരിക്കുന്ന ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പുകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം. ഞാറ്റുവേല മഹോത്സവം നടക്കുന്ന ഇരിങ്ങാലക്കുട നഗരസഭാ മൈതാനത്ത് ശുചിമുറി മാലിന്യം തള്ളിയതായി പരാതി. പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ശുചിമുറി മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്തു. ജൂൺ 27 മുതൽ ജൂലൈ 6 വരെ നഗരസഭ നേരിട്ട് സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല മഹോത്സവം മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ടൗൺ ഹാളിൽ നിന്നും മാറ്റി ഇത്തവണ നഗരസഭാ മൈതാനത്താണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കനത്ത മഴയത്ത് മൈതാനത്ത് പന്തൽ സൗകര്യം ഒരുക്കുന്നതിനായി വാഹനങ്ങളും മറ്റും ഇറക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധം കായിക വിനോദങ്ങൾ നടത്തുന്നവർ ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മൈതാനത്ത് നഗരസഭ ശുചിമുറി മാലിന്യം തള്ളുന്നതിനെതിരെയും പ്രതിഷേധമുയർന്നത്. ഞാറ്റുവേലയ്ക്കെത്തുന്നവർക്കും സ്റ്റാൾ ജീവനക്കാർക്കുമായി പോർട്ടബിൾ ശുചിമുറികളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളുന്നതിനായാണ് മൈതാനത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്തായി സംവിധാനമൊരുക്കിയത്. ഇത് ടെന്റ് ഉപയോഗിച്ച് മറച്ചിട്ടുമുണ്ട്. കായിക വിനോദങ്ങൾക്കായി ഉപയോഗിക്കുന്ന മൈതാനം നഗരസഭ തന്നെ നശിപ്പിക്കുകയാണെന്നാണ് വ്യാപകമായ ആക്ഷേപം. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ 39ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം ഓഫീസ് തൃശൂർ ബിനി ഹെറിറ്റേജിൽ B. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ലോഗോ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളിക്ക് നൽകി AC മൊയ്തീൻ MLA പ്രകാശനം ചെയ്തു. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AV ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ NT ബേബി, ജനറൽ ജോയിന്റ് കൺവീനർ AJ പോൾ, ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. ജൂലൈ 18, 19, 20 തീയതികളിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിലാണ് സമ്മേളനം. ജില്ലയിൽ മഴയ്ക്ക് ശമനം. കഴിഞ്ഞ 24 മണിക്കൂറിൽ ജില്ലയിൽ 4.4 മില്ലിമീറ്റർ മഴ ലഭിച്ചു. താലൂക്ക് പരിധിയിൽ 6 വീടുകൾക്ക് ഭാഗിക നാശനഷ്ടം സംഭവിച്ചതായും നിലവിൽ 25 ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരുന്നതായും അധികൃതർ അറിയിച്ചു. പീച്ചി ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടറുകളും 1 ഇഞ്ച് കൂടി ഉയർത്തി. ഇതോടെ 4 ഷട്ടറുകളും ആകെ 10 സെന്റിമീറ്ററാണ് ഉയർത്തിയതെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. INTUC നിയോജക മണ്ഡലം പ്രസിഡന്റുമാരുടെ സംയുക്ത യോഗം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്നു. ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ അധ്യക്ഷത വഹിച്ചു. VA ഷംസുദ്ദീൻ, AT ജോസ്, K നളിനാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാറിനെ തൃശൂരുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന റോഡിൽ പള്ളിപ്പുറം ഭാഗത്ത് വെള്ളം കയറുന്നതും ഗതാഗതം നിരോധിക്കുന്നതും തുടർക്കഥയാകുന്നു. ദുരിതത്തിലായി ആയിരക്കണക്കിന് യാത്രക്കാർ. പാറളം പഞ്ചായത്തിനെയും ചാളൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ആലപ്പാട് പള്ളിപ്പുറം റോഡിലാണ് 250 മീറ്ററോളം നീളത്തിൽ വെള്ളം കയറുന്നത് പതിവാകുന്നത്. റോഡിലെ ഈ ഭാഗത്തെ ഉയരക്കുറവാണ് നല്ല മഴക്കാലത്ത് ഇവിടെ മാത്രം വെള്ളം കയറാൻ ഇടയാക്കുന്നത്. തൃപ്രയാർ മുതൽ പാലയ്ക്കൽ വരെ BMBC ചെയ്ത റോഡാണിത്. റോഡിന്റെ താഴ്ന്ന ഭാഗം 1/2 മീറ്റർ ഉയർത്തിയാൽ ഒരു മഴക്കാലത്തും ഈ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടാകില്ല. തൃപ്രയാറിന്ന് തൃശ്ശൂർക്ക് എളുപ്പമാർഗത്തിലുള്ള ഏറ്റവും നല്ല റോഡാണിത്. അതിൽ ആലപ്പാടുന്ന് പള്ളിപ്പുറം എത്തുന്ന റോഡിനിടയിൽ 250 മീറ്റർ നീളത്തോളം എല്ലാ വർഷവും ഇതുപോലെ വെള്ളം കയറി ഗതാഗതം തടസ്സം ചെയ്യുകയാണ് പതിവ്. ഇപ്പോൾ 2 ആഴ്ചയോളമായി ഇത് ഔദ്യോഗികമായി ഗതാഗതം തടസ്സം ചെയ്തിരിക്കുകയാണ്. PWD ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഈ ഇത്രയും 250 മീറ്റർ നീളം ലെവൽ നോക്കി ഉയർത്തി BMBC റോഡ് ചെയ്യേണ്ടതാണ്. അതിന് MLA ഫണ്ടോ MP ഫണ്ടോ ഏതെങ്കിലും ഫണ്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിലവിൽ ഈ റോഡിലെ വെള്ളത്തിലൂടെ കടന്നുപോകുന്ന ചെറുവാഹനങ്ങളിൽ പലതും എഞ്ചിനിൽ വെള്ളം കയറി നിൽക്കുകയും ബ്രേക്കിന് തകരാർ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. മാത്രമല്ല ഇരുവശവും വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടത്തേക്ക്
വാഹനങ്ങൾ തെന്നിമറിയാനുള്ള സാധ്യതയും ഏറെയാണ്. അപകട സാധ്യതയുണ്ടായിട്ടും ചാഴൂർ, താന്യം പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇതുവഴി പോകുന്നത് തൃശ്ശൂർക്കുള്ള യാത്രയിൽ 10 കിലോമീറ്റർ ദൂരവും സമയവും പണവും ലാഭിക്കാനാണ്. കേവലം 250 മീറ്റർ ദൂരം റോഡ് ഉയർത്തി പുനർനിർമ്മിച്ചാൽ ഈ പ്രശ്നം എക്കാലത്തേക്കുമായി പരിഹരിക്കാമെന്നിരിക്കെ പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യത്തിൽ വർഷങ്ങളായി അലംഭാവം തുടരുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. TCV തൃശൂർ. CPM പ്രവർത്തകനായ യുവാവിനെയും സുഹൃത്തിനെയും ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ BJP RSS പ്രവർത്തകരായ പ്രതികൾക്ക് 7 വർഷം 11 മാസം കഠിന തടവും 45,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. 4-ാം പ്രതി പഴുന്നാന സ്വദേശി കണ്ടംകുളങ്ങര വീട്ടിൽ വിഷ്ണു, 5-ാം പ്രതി പഴുന്നാന സ്വദേശി കുഴിപ്പറമ്പിൽ വീട്ടിൽ ശ്രീഷിത് എന്നിവരെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി 7 വർഷം 11 മാസം കഠിന തടവിനും 45,000 രൂപ പിഴയടയ്ക്കാനും പിഴ അടച്ചില്ലെങ്കിൽ 9 മാസം കഠിന തടവിനും ശിക്ഷിച്ചത്. 3-ാം പ്രതി വിഷ്ണു, 6-ാം പ്രതി സനീഷ് എന്നിവരെ നേരത്തെ ശിക്ഷിച്ചിരുന്നു. CPMന്റെ കൊടിതോരണങ്ങൾ നശിപ്പിച്ചതിന് പരാതി കൊടുത്തതിലുള്ള രാഷ്ട്രീയ വിരോധമാണ് അക്രമത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പീപ്പിൾസ് ആം റെസ്ലിംഗ് ഫെഡറേഷൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് തൃശ്ശൂരിൽ തുടരുന്നു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 2,500ഓളം കായിക താരങ്ങളാണ് പങ്കെടുക്കുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, യൂത്ത്, സീനിയർ, മാസ്റ്റേഴ്സ്, ഫിസിക്കലി ഡിസേബിൾഡ് വിഭാഗങ്ങളിൽ പുരുഷ വനിതാ കാറ്റഗറികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മത്സരം പൂർത്തിയായ ഫിസിക്കലി ഡിസേബിൾഡ് വിഭാഗത്തിൽ തമിഴ്നാട് 1-ാം സ്ഥാനം കരസ്ഥമാക്കി. കർണാടക, മേഘാലയ ടീമുകളാണ് 2ഉം 3ഉം സ്ഥാനത്ത്. മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ആതിഥേയരായ കേരളമാണ് ചാമ്പ്യന്മാർ. മേഘാലയ 2ഉം ഡൽഹി 3ഉം സ്ഥാനത്തെത്തി. 200ഓളം വരുന്ന ഒഫീഷ്യൽസാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത്. 30 വർഷമായി പുരുഷ വിഭാഗത്തിലും 12 വർഷമായി വനിതാ വിഭാഗത്തിലും കേരളമാണ് ചാമ്പ്യന്മാർ. ചാമ്പ്യൻഷിപ്പ് ചൊവ്വാഴ്ച സമാപിക്കും. സൂര്യഭാരതി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കിരൺ ഭാരത് സ്കോളർഷിപ്പിനായി നടന്ന പരീക്ഷയിൽ മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തം. 3 കേന്ദ്രങ്ങളിലായി നടന്ന പരീക്ഷയിൽ 1000-ലേറെ കുട്ടികളാണ് പങ്കെടുത്തത്. തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ സൂര്യഭാരതി ഫൗണ്ടേഷൻ ഫൗണ്ടറും ചെയർമാനുമായ KP മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സൂര്യഭാരതി ഡയറക്ടർമാരായ K കേശവദാസ്, വിജിൻ ദാസ്, സിനി, VC കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ RMS സെന്ററിൽ ഇരുചക്രവാഹനമിടിച്ച് യുവതിക്ക് പരിക്കേറ്റു. പരിക്കേറ്റ പിള്ളാട്ട് വീട്ടിൽ സുസ്മതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരിയിൽ നിന്ന് കേച്ചേരിയിലേക്ക് പോവുകയായിരുന്ന ബുള്ളറ്റ് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന സുസ്മതിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇനി നോക്കാം സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,915 രൂപ, പവന് 71,320 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,719 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തൃശൂർ നഗരത്തിലെ അപകട കുഴികളെ സംബന്ധിച്ച് പ്രതിഷേധം ശക്തം. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ അസാധാരണ പ്രതിഷേധവുമായി കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവടക്കം 10 കൗൺസിലർമാർക്ക് സസ്പെൻഷൻ. നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ പ്രതികളുടെ വീടിന് സമീപത്തു നിന്ന് കണ്ടെത്തി. സാമ്പിളുകൾ DNA പരിശോധനയ്ക്ക് അയക്കും. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കളക്ടറെ ഓടിത്തോൽപ്പിച്ചാൽ സ്കൂൾ അവധി പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ച് കളക്ടറോടൊപ്പം മാരത്തോണിൽ പങ്കെടുത്ത സൽമാന്റെ വീഡിയോയ്ക്ക് ലഭിച്ചത് വൻ ജനപിന്തുണ. TCV സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വീഡിയോ കണ്ടത് ലക്ഷക്കണക്കിന് ആളുകൾ. ഇറിഗേഷൻ വകുപ്പിനെതിരെ ശക്തമായ സമര പരിപാടികൾക്കൊരുങ്ങി പുല്ലഴി കോൾ കർഷക സംഘം. പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴകളും നീക്കം ചെയ്യാത്തതിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. സബ് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന ആക്ഷേപം. ചെറുതുരുത്തിയിൽ വീടിന്റെ ചുമരിടിഞ്ഞ് വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പുതുശ്ശേരി പുതുപ്പാടം സ്വദേശി ആമിനെയാണ് മരിച്ചത്.
മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന് ചാവക്കാട് തുടക്കമായി. പതാക കൊടിമര ജാഥകൾ ചാവക്കാട് മുല്ലത്തറയിൽ സംഗമിച്ചു. പ്രതിനിധി സമ്മേളനം ചൊവ്വാഴ്ച. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.